എനിക്ക് തോന്നുന്നു നമ്മൾ ഈ പ്രവാസികളുടെ നാടും വീടും വീട്ടുകാരെയൊക്കെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എന്തെങ്കിലും അസുഖം വരുമ്പോഴാണ്. ലാസ്റ്റ് 1 വീക്കായിട്ട് നല്ല പനിയും ചുമയും. ഉമ്മച്ചിയെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് വേണ്ടതെല്ലാം ഞാൻ ആഗ്രഹിക്കുന്നതിന് മുന്നേ തന്നെ എൻ്റെ ബെഡ് സൈഡിലെത്തിയതിന്. പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പം ഞാൻ തന്നെ ഉണ്ടാക്കിയല്ലേ പറ്റുള്ളൂ. പനി വരുമ്പോൾ ഉമ്മച്ചി ഉണ്ടാക്കി തരുന്ന ഒരു സ്പെഷ്യൽ കഞ്ഞിയുണ്ട്, ചെറുപയർ കഞ്ഞി. അത് കഴിക്കാൻ കുറച്ച് ദിവസമായിട്ട് ക്രേവ് ചെയ്യുന്നുണ്ട്. അപ്പം ഇന്ന് ഉണ്ടാക്കി കളയാം. പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു കുക്കറിലേക്ക് കുറച്ച് ചെറുപയറും അരിയും വറ്റൽമുളകും കറിവേപ്പിലയും ഉപ്പിട്ട് നന്നായി വേവിക്കുക. അരിയും പയറൊക്കെ നന്നായി വെന്ത ശേഷം അതിലേക്ക് കുറച്ച് കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം തിളപ്പിക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി, ഇല്ലെങ്കിൽ കോക്കനട്ട് മിൽക്ക് പിരിഞ്ഞു പോകും. പനിയായിട്ട് നാവില് വലിയ രുചിയില്ലെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കിട്ടുമ്പോൾ മനസ്സിനൊരു സന്തോഷമാണ്. കഞ്ഞിക്ക് സൈഡായിട്ട് ഞാനൊരു ഉണക്കക്കൊഞ്ച് ഫ്രൈ ഉണ്ടാക്കുന്നുണ്ട്. ആദ്യം കുറച്ച് ഉണക്കക്കൊഞ്ച് എടുത്ത് അതിൻ്റെ തലയെല്ലാം വെച്ച് കളഞ്ഞ് ക്ലീൻ ആക്കണം. എന്നിട്ട് കുറച്ച് സമയം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് കുറച്ച് കുഞ്ഞുള്ളി, വെളുത്തുള്ളി, വറ്റൽമുളക്, കറിവേപ്പില എല്ലാം നന്നായി ചതച്ച് വെളിച്ചെണ്ണയിൽ നന്നായി മൂപ്പിച്ച ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് പൊടികളുടെ എല്ലാം റോസ് സ്മെല്ല് മാറി കഴിയുമ്പോഴേക്കും നമ്മൾ വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉണക്കക്കൊഞ്ച് ചേർത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഉപ്പിടാൻ മറന്നു പോകരുത്. ഇത് കഞ്ഞിയുടെയും ചോറിൻ്റെയും കൂടെ ഒക്കെയും സൈഡായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഫ്രൈ ആണ്. എനിക്ക് പൊതുവെ ഉണക്കക്കൊഞ്ച് എന്തിലിട്ടാലും ഇഷ്ടമാണ്. ഞാൻ ഉണക്കക്കൊഞ്ച് ഇട്ടിട്ട് അവിയൽ വരെ ഉണ്ടാക്കാറുണ്ട്. അത് കഴിച്ചിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ഷെയർ ചെയ്യാം. ഇടയ്ക്കൊക്കെ ഓഫീസിൽ നിന്ന് വന്ന് കുക്കിങ്ങിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ ഞാനൊരു സിമ്പിൾ തേങ്ങാ ചമ്മന്തി കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മസാല തേച്ച് വെച്ചിരിക്കുന്ന ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കഞ്ഞിയും സൈഡ് ഡിഷസും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് കുറച്ച് കഞ്ഞിയും ഉണക്കച്ചെമ്മീൻ ഫ്രൈയും ചമ്മന്തിയും ഫിഷ് ഫ്രൈയും നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മാങ്ങാച്ചാറും എടുത്ത് വയർ നിറച്ച് കഴിച്ച് പോയി കിടന്നുറങ്ങാം.